ഇന്ത്യ ആര് ഭരിക്കണമെന്ന ചോദ്യത്തിന് ജൂൺ 4 ഉത്തരമാകുമ്പോൾ കൃത്യം ഒരു മാസത്തിന് ശേഷം, അതായത് ജൂലൈ 4 ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരാകും എന്നതിനും ഉത്തരമാകും. തീർത്തും യാദൃശ്ചികമായി പ്രധാനമന്ത്രി ഋഷി സുനക് ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാർലമെന്റ് പിരിച്ചുവിടാൻ രാജാവിന്റെ അനുമതി ലഭിച്ചതോടെ ജൂലൈ 4 തെരഞ്ഞെടുപ്പ് നടക്കും. അഭിപ്രായ സർവേകളിൽ ഋഷി സുനക്കിന്റെ പാർട്ടി പിന്നിട്ട് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഋഷി സുനക് സർക്കാരിന് അടുത്ത ജനുവരി വരെ കാലാവധിയുണ്ടെന്നിരിക്കെയാണ് 8 മാസം കാലാവധി ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന സുനക് റഷ്യ-ഉക്രൈൻ യുദ്ധം മൂലമുണ്ടായ വിലക്കയറ്റം, ജീവിത ചെലവ് പ്രതിസന്ധി എന്നിവയിൽ നിന്നെല്ലാം ബ്രിട്ടൻ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് അവകാശപ്പെടുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നും തന്റെ പാർട്ടിക്ക് മാത്രമേ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂവെന്നുമാണ് സുനക്കിന്റെ അവകാശവാദം. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു സുനക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ കാലയളവിൽ തന്റെ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കില്ലെന്ന് കരുതിയാകാം പ്രഖ്യാപനമെന്നാണ് വിലയിരുത്തൽ. കെയ്ർ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടിക്ക് മുകളിൽ മുന്നേറ്റം നടത്താൻ ഇത് സാധിക്കുമെന്നും സുനക് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായ സർവേകളിൽ പ്രതിപക്ഷമായ ലേബർ പാർട്ടിക്ക് നിലവിൽ വ്യക്തമായ മേൽക്കൈയുണ്ട്. സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ലേബർ പാർട്ടി നേതാവ് സ്റ്റാർമർ സ്വാഗതം ചെയ്തു. മാറ്റം ഉറപ്പാണെന്നും സ്റ്റാർമർ പ്രതികരിച്ചു. ലേബർ പാർട്ടിക്ക് അനായാസം ജയം നേടാനാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊണ്ട് അഭിപ്രായ സർവേകൾ തെറ്റാണെന്ന് തെളിയിച്ച ചരിത്രവും ബ്രിട്ടനുണ്ട്. 2017 അഭിപ്രായ സർവേകളിൽ മുൻതൂക്കമുണ്ടായിട്ടും കൺസർവേറ്റീവ് പാർട്ടി പ്രധാനമന്ത്രി തെരേസ മേയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് നോർത്തേൺ അയർലൻഡിന്റെ ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടിയുമായി സഖ്യം ചേർന്നായിരുന്നു അധികാരത്തിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.